നീ ഇതുവരെ പത്രം വായിച്ചു കഴിഞ്ഞില്ലേ മാതാ? ഇതൊന്നും ഇല്ല അച്ഛാ, ചുമ്മാ ഹെഡ്ലൈൻ മാത്രം വായിച്ചു വിടുന്നേ ഉള്ളു. ഓ, പത്രം മൊത്തം ഏട്ടൻ ഇപ്പൊ പഠിച്ചിട്ടുണ്ടാകും. ഇതെന്താണ് രാവിലെ തന്നെ പത്രം തർക്കം തുടങ്ങിയോ? ഏയ്, തർക്കമൊന്നുമല്ല. നീ ഇതെവിടേക്കാ? അത് ചുമ്മാ വെറുതെ വണ്ടിയും കൊണ്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തുവരെ നീ പോവല്ലേ, ഗൗരിയും കൂടെ കൊണ്ടുപോകും. അവൾ അമ്പലത്തിലേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. ശരി എന്നാ, അങ്ങനെ ആയിക്കോട്ടെ. നേരം കുറെ ആയാലും ഇവളിത് എവിടെ പോയി കിടക്കുക? നന്ദേട്ടാ, ഇത് എന്നെ പറ്റിയ അവസരം. ക്യാമറ തപ്പാം. നന്നായിട്ട് കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ക്യാമറ എടുത്തിരിക്കും. ഈ കുട്ടിപ്പിശാച് ഇത് എവിടെ വച്ചേക്കുന്നത്? ഇവിടെ കാണുന്നില്ലല്ലോ. ഇതെന്താ വെള്ളത്തിന് ശബ്ദം? നിങ്ങൾ കുളിച്ചു കഴിഞ്ഞു? തീർന്നു. ഇപ്പൊ എവിടെ ഒളിക്കുന്നേ? കബോർഡെങ്കിൽ കബോർഡ് ഒളിച്ചല്ലേ പറ്റത്തുള്ളൂ. സാരി എടുക്കാം. ഇവിടെ നിന്ന് തേങ്ങയെ കാണിക്കുന്നേ. എന്റെ ദൈവമേ, പെട്ട്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അയ്യോ, അഞ്ജു, നീ ഇതെവിടാ? ദാ വരുന്നു ഗൗരി. നീ ഇങ്ങനെ ഇരുന്നു. ആവശ്യമുള്ളവന്മാര് വളച്ചെടുത്തോണ്ട് പോകും. മമ്മി ഇതെന്താ ഈ പറയുന്നത്? ബെസ്റ്റ്. ഞാനിത് ആരോടാ ഈ പറയുന്നത്? ഗൗരി രാവിലെ തന്നെ നന്ദുവിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. നീ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഇതേ അവനേ ഉള്ളൊരു വഴി. എനിക്കൊന്നും അറിയണ്ട. നീ എങ്ങനെയാണെന്ന് വെച്ചാൽ വളച്ചെടുത്തു. കല്യാണക്കാരെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഏട്ടൻ ആലോചിക്കാന്നേ പറഞ്ഞത്. നീ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അവൻ നിന്നെ മതിയെന്ന്. അതാ നിന്റെ കഴിവ്. പിന്നെ ഗൗരി, അവക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. മമ്മി പറഞ്ഞു ശരിയാ. അവളുടെ വല്ലാത്ത തലവേദന തന്നെ. അതിലൊരു അനാഥ പെണ്ണായോണ്ട് അവളോട് ചായവ് കൂടുതലാ. അതിപ്പം നന്ദേട്ടന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ. അവളോട് വലിയ കാര്യമാണല്ലോ. അമ്മയുടെ മോളുടെയും ഗൂഢാലോചന ഇതുവരെ കഴിഞ്ഞില്ലേ? ഗൗരി, താലം ലാവണിയുടെ കൊടുക്ക്. അത് പിന്നെ ചെറിയമ്മേ, ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാൽ മതി. ഗൗരി അല്ലേ അത് ആദ്യം എടുത്തേ. അത് അവളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ നോത്തൂനെ. ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ. എന്തായാലും അധികം തിരക്കില്ലാത്ത തൊഴിലിറങ്ങാൻ പറ്റി. അത് ശരിയാ. കുട്ടികളെല്ലാം നമ്മുടെ കൂടത്തിലുണ്ടെന്ന് ശ്രദ്ധിക്കണം. കുട്ടികളെല്ലാം നമ്മുടെ കൂടത്തിലുണ്ട്. ഗൗരി മിക്കവാറും സ്റ്റേജിന്റെ മുന്നിലായിരിക്കും. ഗൗരിയുടെ വിദ്യാർത്ഥികളെല്ലാവരും ഡാൻസ് കഴിയുമ്പോഴത്തേക്ക് പോകുമായിരിക്കും. അപ്പോൾ അവളും തിരിച്ചു വരും. എന്തായാലും ലക്ഷ്മിയേട്ടെത്തി നന്ദൂരോടൊന്ന് പറഞ്ഞേക്ക് ഗൗരിയുടെ കൂടെ തന്നെ കാണണമെന്ന്. ചേച്ചി, ഞങ്ങൾ അന്ന് ഇറങ്ങുമോ? കുറേ പേര് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. വെളി നല്ല തിരക്കല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ചേച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ വിചാരിച്ചു. അതാ തിരക്കി വന്നത്. അപ്പം ശരി, ഞാൻ വീട്ടിലേക്ക് പോകാം. ബൈ. ശരി, സൂക്ഷിച്ചു പോകും മോളെ. ബൈ. ഗൗരി, നീ എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ നിന്നെ എവിടെയെല്ലാം തിരക്കി. അത് പിന്നെ നന്ദേട്ടാ, നീ ഒന്നും പറയണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി. വാ, വേഗം നിനക്ക് എന്താ സെലക്ട് ചെയ്തു? എനിക്ക് പോകുന്നു. നമുക്ക് വീട്ടിൽ പോകാം. നിനക്കുള്ളത് ഞാൻ തന്നെ സെലക്ട് ചെയ്താൽ
മാധവ, ഞാൻ നമ്മുടെ കുട്ടികളുടെ കാര്യം നിർമ്മിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അവരെന്തായാലും ഉടനെ തന്നെ ഇറങ്ങും. അതിനു മുന്നേ നമുക്ക് അവരുടെ കല്യാണം നടത്തിയാലോ? അത് പിന്നെ അച്ഛാ, രേവതിയുടെയും രേണുകയുടെയും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നടത്തിയാൽ പോരെ? അവരുടെ നിശ്ചയം കഴിഞ്ഞാൽ ഉറപ്പിച്ച് വച്ചേക്കുകയാണെങ്കിലും അതല്ലേ നല്ലത്. എന്നാ പിന്നെ നമുക്കും നിശ്ചയം നടത്തി വെച്ചാലോ? അതെ ഏട്ടാ, ഇന്ദ്രേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നിശ്ചയം നടത്തി വെക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അല്ല, അതിപ്പോ ജാതകപ്പൊരുത്തം കൂടി നോക്കണ്ടേ? അത് ലക്ഷ്മി പറഞ്ഞ് ശരിയാ. ജാതകപ്പൊരുത്തവും നോക്കണം, നന്ദുവിന് സമ്മതമാണെന്നും ചോദിക്കണം. ഇതിലിപ്പോൾ ഇത്ര സമ്മതം ചോദിക്കാൻ എന്താണമ്മേ? അവർ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്നതല്ലേ അവരുടെ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചതാണെന്ന്. അത് ശരിയാ, എങ്കിലും ഒരു ചോദ്യമല്ലേ, അതിന് ചോദിച്ചേക്കാൻ. ഇനി സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. അതെ, നിന്നെ ഞാൻ ഇപ്പോൾ ഉറക്കിത്തരാം. ഇത് എപ്പോ എന്റെ റൂമിൽ കയറി? താനെന്താണോ ഈ റൂമിൽ രാത്രിയില്? ആരെങ്കിലും കണ്ട പ്രശ്നമാകുമേ? ആരെങ്കിലും കാണുവാണെങ്കിലും കാണട്ടെ, നമ്മുടെ കല്യാണത്തിന്റെ കാര്യം പെട്ടെന്ന് തീരുമാനമായി കിട്ടും. നന്ദേട്ടാ, ചുമ്മാ കളിക്കരുത്, ഇത് പ്രശ്നമാകും. വയ്ക്കേ. ഞാൻ പോകില്ല, ഞാൻ നിന്റെ കൂടെ കിടക്കുന്നു. ആരെങ്കിലും നന്ദേട്ടനെ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും കാണാൻ പോകില്ല, എല്ലാവരും നല്ല ഉറക്കമായി കാണും.